വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. നീറ്റ് പരീക്ഷാ ഫലക്രമക്കേടിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് നിർദ്ദേശവുമായി സുപ്രീം കോടതി. വീഴ്ച അംഗീകരിച്ച തെറ്റുതിരുത്തണം, കുട്ടികളുടെ പരാതി അവഗണിക്കരുതെന്നും 2 ആഴ്ചയ്ക്കുള്ളിൽ NTA മറുപടി നൽകണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. ആർക്കെ, സുപ്രീം കോടതി വളരെ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നമുക്കറിയാം, ബീഹാർ പോലീസ് ഇതിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ചില നിർണായക അറസ്റ്റുകളും കണ്ടെത്തലുകളും ഒക്കെ നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇതിൽ വീഴ്ചയുണ്ടായിട്ടില്ല എന്നാണോ പറയുന്നത്? സുപ്രീം കോടതിയുടെ അനുമാനം അപ്രകാരമാണ് വിജയൻ. കാരണം കോടതി അതിൽ ചൂണ്ടിക്കാട്ടുന്നത് 0.0001% തെറ്റാണെങ്കിൽ പോലും ആ തെറ്റ് അംഗീകരിച്ചേ മതിയാകൂ എന്നാണ് കോടതി പറയുന്നത്. അസന്നിഗ്ധമായി ഇക്കാര്യം വ്യക്തമാക്കിക്കൊണ്ട് കോടതി നിർദ്ദേശിക്കുന്നത് ആദ്യം തെറ്റ് അംഗീകരിക്കാനായിട്ട് NDA തയ്യാറാകണം എന്നതാണ്. അതിനുശേഷം NDA ഈ വിഷയത്തിൽ ഫലപ്രദമായിട്ടുള്ള തിരുത്തൽ നടപടികൾ സ്വീകരിക്കണം. ആ തിരുത്തൽ നടപടികൾ എന്നുള്ളത് NDAയുടെ വിശ്വാസ്യത നിലനിർത്താൻ തന്നെ അനിവാര്യമാണ്. അതിന് തയ്യാറാകാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇതിനെല്ലാം ഉത്തരവാദികളാകുന്നവരുടെ കൂട്ടത്തിൽ NDAയുടെ പങ്കും പരിഗണിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരും. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് കുട്ടികൾ നൽകുന്ന പരാതികൾ സമയബന്ധിതമായിട്ട് ഒരു മുൻവിധിയും കൂടാതെ പരിശോധിക്കണം എന്നുള്ളതാണ് കോടതിയുടെ നിർദ്ദേശം. അത് 2 ആഴ്ചയ്ക്കുള്ളിൽ അത്തരത്തിൽ പരിശോധിച്ച് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറുപടി കോടതി അറിയിക്കണം എന്നും വ്യക്തമാക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് നടപടികളുമായി ബന്ധപ്പെട്ടിട്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനം കൈക്കൊണ്ട് കോടതിയെ അറിയിക്കാനായി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആർക്കെ, ഇവിടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അതിൻ്റെ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ കഴിഞ്ഞ ദിവസം ഇതിൽ ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞിരുന്നു. അപ്പോൾ കോടതിക്ക് മുന്നിൽ ഇതിനോടകം അതിൻ്റെ ഒരു ചിത്രം ലഭ്യമായിട്ടുമുണ്ടാകാം. എന്തുകൊണ്ടായിരിക്കും NDA ഇക്കാര്യത്തിൽ വീഴ്ചകൾ ഏറ്റുപറയാതിരിക്കുന്നത്, അത് തിരുത്താതിരിക്കുന്നത്? അതിനെന്തെങ്കിലും കാരണമുണ്ടോ? ഉദ്യോഗസ്ഥരുടെയൊക്കെ ഭാഗത്ത് വീഴ്ച പറ്റി എന്നത് ഏറെക്കുറെ ഇപ്പോൾ ഉറപ്പിച്ചിട്ടുണ്ടല്ലോ. അക്കാര്യമാണ് കോടതി പറയുന്നത്. ഒരു വലിയ മഞ്ഞുമല, ആ മഞ്ഞുമലയുടെ ചില അറ്റങ്ങൾ മാത്രമാണ് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളതെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ പൂർണ്ണ വ്യക്തത വരുത്താനായി ഈ വിഷയത്തിൽ പരാതി ഉന്നയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവകാശമുണ്ട്. ആ വിദ്യാർത്ഥികളുടെ അവകാശത്തെ അവർ നൽകുന്ന പരാതികളെ അവഗണിച്ചുകൊണ്ട് തടയാനായിട്ടുള്ള ശ്രമമാണ് NDA ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന സമീപനം വഴി ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അത് അനുവദിക്കാനായിട്ടാകില്ല. വിദ്യാർത്ഥികൾക്ക് ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള അവകാശമുണ്ട്. ആ അവകാശം എന്നുള്ളത് വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനവുമായി ബന്ധപ്പെട്ടും ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടും ഉള്ള എല്ലാ കാര്യങ്ങളും അറിയാനും ബോധ്യപ്പെടാനും അക്കാര്യത്തിൽ അവരുടെ എതിർപ്പുകൾ ഉന്നയിക്കാനും ഉള്ള അവകാശമാണ്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. അതിനെ ആ അർത്ഥത്തിൽ കണ്ടേ മതിയാകൂ എന്ന് കോടതി വ്യക്തമാക്കുന്നു. പരാതികളെ അവഗണിക്കാനാണ് ശ്രമിക്കുന്നത് എന്ന തോന്നൽ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഉള്ള ഒരു സമീപനം പാടില്ല. സമയബന്ധിതമായി വിദ്യാർത്ഥികൾ നൽകുന്ന പരാതികൾ പരിഗണിക്കുകയും അക്കാര്യത്തിൽ അതിന്മേൽ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തേ മതിയാകൂ എന്നുള്ളതാണ് കോടതി പറയുന്നത്. എന്നാൽ മാത്രമേ ഈ പരീക്ഷാ സമ്പ്രദായത്തിന്റെ വിശ്വാസ്യതയെ കാക്കുന്ന വിധത്തിലേക്ക് നടപടികൾ സ്വീകരിക്കാൻ NDAയ്ക്കും സാധിക്കൂ. ഇക്കാര്യത്തിൽ ഒരു മുൻവിധിയും വേണ്ട എന്ന് കോടതി പറയുന്നുണ്ട്. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിച്ചേ മതിയാകൂ എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് കോടതി ഈ നിർദ്ദേശങ്ങളിലേക്ക് കടക്കുന്നത്. 2 ആഴ്ചയ്ക്കുള്ളിൽ ഏതായാലും NDAയും കേന്ദ്ര സർക്കാരും ഈ വിഷയത്തിൽ നിലപാട് സുപ്രീം കോടതിയിൽ രേഖാമൂലം വ്യക്തമാക്കണം. വിജയ്, 2 ആഴ്ചത്തെ സാവകാശമാണ് കേന്ദ്ര സർക്കാരിനും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കും സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ വിശദീകരണം നൽകാൻ, തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റുപറയണം, തിരുത്തൽ നടപടികൾ ഉണ്ടാകണം, പരീക്ഷയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത കുട്ടികളുടെ പരാതി അവഗണിക്കരുത് എന്നാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ സുപ്രീം കോടതി ഇപ്പോൾ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. CMRL എക്സാലോജിക് മാസപ്പടി ഇടപാട് കേസിൽ മുഖ്യമന്ത്രിക്കും മകൾ T വീണയ്ക്കും ഹൈക്കോടതിയുടെ നോട്ടീസ്. മാസപ്പടി ഇടപാടിൽ വിജിലൻസ് കോടതി ഉത്തരവിനെതിരെ മാത്യു കുഴൽനാടൻ MLA നൽകിയ പുനഃപരിശോധനാ ഹർജിയിലാണ് നടപടി. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കെതിരെ അന്വേഷണം നിരസിച്ച വിജിലൻസ് കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് മാത്യു കുഴൽനാടൻ ഹർജി സമർപ്പിച്ചത്. നിയമ പോരാട്ടത്തിന് ആത്മവിശ്വാസം കൂട്ടുന്ന നടപടിയെന്ന് മാത്യു കുഴൽനാടൻ 24നോട് പറഞ്ഞു. കോൺഗ്രസ് മാത്യുവിനൊപ്പമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രതികരിച്ചു. തീർച്ചയായിട്ടും ആ വിജിലൻസ് സാഹചര്യത്തിൽ വിജിലൻസ് തള്ളിയത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീ മാത്യു കുഴൽനാടൻ പാർട്ടിയുടെ അനുമതിയോടുകൂടി തന്നെ ഹൈക്കോടതിയിലേക്ക് പോയിട്ടുള്ളത്. ഹൈക്കോടതിയിൽ ആ കേസ് പോകും. ഒരു വിചാരണ കോടതിയിൽ തള്ളിക്കഴിഞ്ഞാൽ പിന്നെയുള്ള ഓപ്ഷൻ അപ്പീൽ പോവാണ്. ആ അപ്പീൽ ഫൈറ്റ് ചെയ്യും, നിയമപരമായി ഫൈറ്റ് ചെയ്യും ആ കേസ്.
വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, എന്താണ് കോടതി നടപടികളുടെ മറ്റു വിശദാംശങ്ങൾ? സാങ്കേതികമാണ് ഈ നോട്ടീസ് അയക്കുന്നത് എങ്കിൽ പോലും സാധാരണ മുഖ്യമന്ത്രിയൊക്കെ എതിർകക്ഷികളാകുന്ന ഹർജികളിൽ, കേസുകളിൽ ഒരു പരാതിയിൽ കോടതി വളരെ പ്രാഥമിക പരിശോധനകളൊക്കെ നടത്തിയ ശേഷമാണ് ഈ ഭരണഘടനാ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് നോട്ടീസ് അയക്കാറുള്ളത്. ഇപ്പോൾ മുഖ്യമന്ത്രിക്കും ആ നോട്ടീസ് അയക്കുന്നു കോടതി. എന്തൊക്കെയാണ് ഇന്ന് കോടതിയിൽ സംഭവിച്ചത്? വിജയകുമാർ, സ്വാഭാവിക നടപടി എന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. നേരത്തെ തിരുവനന്തപുരം വിജിലൻസ് കോടതി ഈ കേസ് തള്ളുകയും പിന്നീട് ഇതിൽ പുനഃപരിശോധന ആവശ്യപ്പെട്ടാണ് മാത്യു കുഴൽനാടൻ കോടതിയെ സമീപിച്ചത്. തുടർന്നാണ് ഈ വിഷയത്തിൽ ഇന്ന് ടി വീണ, CMRL, KMRL അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നോട്ടീസ് അയക്കാൻ, വിശദീകരണം ആവശ്യപ്പെട്ട് നോട്ടീസ് അയക്കാൻ കോടതി തീരുമാനിച്ചത്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ പ്രധാനപ്പെട്ട ഒരു വാദം ഉന്നയിച്ചത് സർക്കാരിനെ കക്ഷി ചേർക്കാൻ എന്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടൻ ഹർജിയിൽ തയ്യാറായില്ല എന്ന് പ്രോസിക്യൂഷൻ ചോദിച്ചു. ഒപ്പം ഹർജിക്കാരന്റെ ഇഷ്ടത്തിനനുസരിച്ച് എതിർകക്ഷികളെ തെരഞ്ഞെടുത്തു എന്നായിരുന്നു DGP ഈ വിഷയത്തിൽ വാദിച്ചത്. അടുത്ത 2-ാം തീയതി കേസ് വിശദമായി പരിഗണിക്കും. ഒപ്പം അന്നായിരിക്കും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ തങ്ങളുടെ വിശദീകരണം കോടതിയെ അറിയിക്കുകയും ചെയ്യുക. മാസപ്പടി ആരോപണത്തിന് നേരത്തെ പൊതുപ്രവർത്തകനായ ഗിരീഷ് ബാബു നൽകിയ ഹർജിയും പ്രത്യേകം പരിഗണിക്കും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അമിക്കസ് ക്യൂരിയെയും നിയോഗിച്ചിട്ടുണ്ട്. എന്തായാലും മാത്യുവിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഏറ്റ തിരിച്ചടിയിൽ നിന്ന് ഒരല്പം ആശ്വാസം നൽകുന്നതാണ് കോടതിയുടെ ഇടപെടൽ. നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ സാധാരണഗതിയിൽ സാങ്കേതികത്വമെല്ലാം മനസ്സിലാക്കി വിശദമായ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഭരണഘടനാ സ്ഥാനങ്ങളിൽ ഉൾപ്പെടെയുള്ള ഇരിക്കുന്ന ആളുകൾക്കെതിരെ ഇത്തരം നോട്ടീസുകളോ അല്ലെങ്കിൽ വിശദീകരണങ്ങളോ ചോദിക്കുകയോ കോടതിയുടെ ഭാഗത്ത്. പക്ഷേ ഇത്തവണ അതുണ്ടായിരുന്നില്ല. നേരിട്ട് തന്നെ കോടതിയോട് അല്ലെങ്കിൽ അഭിഭാഷകരോട് നോട്ടീസ് കൈപ്പറ്റാൻ ആവശ്യപ്പെടുകയായിരുന്നു. തങ്ങൾ നോട്ടീസ് കൈപ്പറ്റി വിശദമായ വിശദീകരണം ഈ 2-ാം തീയതി കേസ് പരിഗണിക്കുമ്പോൾ നൽകും എന്നാണ് അറിയിച്ചത്. വിജയകുമാർ. യെസ്, ഹർജിക്കാരൻ സ്വമേധയാ ഇഷ്ടമുള്ളവരെ അല്ലെങ്കിൽ ഇഷ്ടപ്രകാരം, സ്വന്തം ഇഷ്ടപ്രകാരം കേസിൽ കക്ഷി ചേർക്കാൻ ശ്രമിക്കുന്നു എന്ന പ്രോസിക്യൂഷന്റെ വിമർശനം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അത് മുഖവിലക്കെടുക്കാതെയാണ് കോടതി മുഖ്യമന്ത്രിക്കും മകൾക്കും ഈ ഹർജിയിൽ നോട്ടീസ് അയച്ചത് എന്നത് ശ്രദ്ധേയമാണ്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്കും മകൾക്കും ഇനി കോടതിയിൽ മറുപടി നൽകേണ്ടി വരും, വിശദീകരണം നൽകേണ്ടി വരും. കോടതി അതുകൂടി പരിഗണിച്ചായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമമായ ഉത്തരവ് പുറപ്പെടുവിക്കുക. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളം കാക്കനാട് DLF ഫ്ളാറ്റിൽ കൂട്ട രോഗബാധ. 300-ലേറെ പേർക്ക് ഛർദിയും വയറിളക്കവും ഉണ്ടായി. കുടിവെള്ളത്തിൽ ഇക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. വിഷയത്തിൽ DMOയോട് ജില്ലാ കളക്ടർ റിപ്പോർട്ട് തേടി. DLF ഫ്ളാറ്റിലെ കൂട്ടരോഗബാധ ഗൗരവമായ വിഷയമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രതികരിച്ചു. ശക്തമായ നടപടി ഉണ്ടാകുമെന്നും ഫ്ളാറ്റിലെ കുടിവെള്ളത്തിന്റെ എല്ലാ സ്രോതസ്സുകളും പരിശോധിക്കുമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ആരോഗ്യ വകുപ്പിന്റെ ഡിസ്ട്രിക്റ്റിലെ സീനിയർ ഡോക്ടേഴ്സ് അടങ്ങുന്ന ടീം അവരവിടെ പരിശോധന നടത്തുകയും അവിടെ നിന്ന് സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തു. അതുമാത്രമല്ല, ഫ്ളാറ്റുകളിൽ താമസിക്കുന്ന അന്തേവാസികളുമായിട്ട് ആശയവിനിമയം നടത്തി. അതുകൂടാതെ രോഗാവസ്ഥയിലുള്ളവരെ, രോഗലക്ഷണങ്ങൾ ഉള്ളവരെയും അവരുടെ ഫ്ളാറ്റുകളിൽ പ്രത്യേകമായിട്ട് സന്ദർശനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്ളാറ്റിൽ നിലവിൽ അവിടെ ഒരു കിണറുണ്ട്. അതുകൂടാതെ ടാങ്കർ ലോറികളിൽ അവിടെ വെള്ളം എത്തിക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ ഒരു സാമ്പിൾ വെള്ളം ശേഖരിച്ചതിന് ശേഷമാണ് മറ്റ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലേക്ക് പോകുന്നത്. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഫ്ളാറ്റിൽ അടിയന്തര യോഗം ചേരുകയാണ്. റാപ്പിഡ് റെസ്പോൺസ് ടീമും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിനീത VG വിശദാംശങ്ങളുമായി ചേരുന്നു. ഇപ്പോൾ അവിടെ ഉമാ തോമസ് MLAയും എത്തിയിട്ടുണ്ട്. MLA മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയാണ്. അടിക്കുന്ന വെള്ളം എത്രത്തോളം റിലയബിൾ ആണ് എന്നുള്ളത് നമുക്ക് സംശയമാണ്. എല്ലാ ദിവസവും കൊണ്ടുവരുന്ന വെള്ളം, ആ വെള്ളം പരിശോധിച്ചിട്ട് മാത്രം ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ ഇവരെല്ലാം നല്ല രീതിയിൽ സിസ്റ്റമൊക്കെ ഉണ്ട്. ഞാൻ ആ സിസ്റ്റം എല്ലാം ഇത്രയും നേരം നിങ്ങളെ കാത്തിരുത്തിയതിൻ്റെ കാരണം അതെല്ലാം പോയി പരിശോധിച്ചിട്ടാണ് വന്നത്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ക്ലോറിനേറ്റ് ചെയ്തൊക്കെയാണ് വെള്ളം കൊടുക്കുന്നത്. ട്രീറ്റ്മെൻറ്റ് പ്ലാന്റും ഒക്കെയുണ്ട്. 3 ഘട്ടങ്ങളിലായിട്ട് ചേംബറിലൂടെ കടന്നിട്ട് തന്നെയാണ് വെള്ളം പോകുന്നത്. പക്ഷേ എന്നാലും ഇതിങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ DMO ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ പറഞ്ഞത് ക്ലോറിനേഷൻ ചെയ്യുന്നത്, ഡബിൾ ക്ലോറിനേഷൻ ചെയ്യാനും അതുപോലെ തന്നെ വെള്ളം ഉപയോഗിക്കുന്നത് 25 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റെങ്കിലും മിനിമം വെള്ളം തിളപ്പിച്ചിട്ട് വേണം ആ വെള്ളം കുടിക്കാനും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി സാമ്പിൾ പരിശോധിച്ചിട്ട് കൂടുതൽ ആവശ്യങ്ങളുണ്ടെങ്കിൽ ഈ വെള്ളം എംപ്റ്റി ചെയ്തുകൊണ്ട് തന്നെ ഇത് കൊടുക്കേണ്ടി വരും. മുഴുവൻ വെള്ളം എംപ്റ്റി ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇത്രയധികം ആൾക്കാർ താമസിക്കുന്നവർക്ക് വെള്ളം കൊടുക്കുവാനായിട്ട് ഒരു വേറെ മാർഗമില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ഡബിൾ ക്ലോറിനേഷൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇനി മറ്റ് അധികൃതരെല്ലാം ഇടപെട്ടിട്ടുണ്ട്. ഇപ്പോൾ
നമ്മളുടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഇവിടെ വന്നിട്ടുണ്ട് വെള്ളമെല്ലാം പരിശോധിക്കാനായിട്ട്. ഒഴുകുന്ന വെള്ളം എവിടെയെങ്കിലും ഉള്ളിൽ കടക്കുന്നുണ്ടോ എന്ന് നോക്കാനും, അതുപോലെ 2-3 കിണറുകൾ ഇവർ പുതിയത് സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ സീവേജ് ഓപ്പണിംഗ് പോലും പല സ്ഥലത്തു നിന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളമായിരിക്കാം എന്ന് പറയുന്നു. പക്ഷേ ഇവരുപയോഗിക്കുന്ന ടാങ്കിലേക്കെല്ലാം ഇവർ സിസ്റ്റമാറ്റിക് ആയിട്ടായിട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഇത് നന്നായി പരിശോധിക്കേണ്ടതുണ്ട്. ഇത്രയധികം പേർക്ക് മെഡിക്കൽ സംവിധാനം ഇപ്പോൾ ഒരുപാട് പേര് ആശുപത്രിയിലുണ്ട്. പലരും എല്ലാവരും തന്നെ പറയുന്നത് 2 ദിവസം കഴിയുമ്പോൾ വരാൻ പറ്റുന്നുണ്ടെന്നാണ്. പക്ഷേ മെഡിക്കൽ ഇനിയും ആവശ്യം വരുമെങ്കിൽ അതിനുള്ള സംവിധാനം ഇവിടെ തന്നെ ചെയ്തു കൊടുക്കേണ്ടത് ആവശ്യമാണ്. സത്യത്തിൽ ഇത് ഞാൻ ഇന്നലെയാണ് നമ്മളുടെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ അവിടുത്തെ ഡയറക്ടർ ഡോക്ടർ സുകുമാരൻ പറയുമ്പോൾ അറിയുന്നത് 40ഓളം പേര് അവിടെ ചെന്നിരുന്നു എന്ന്. അപ്പോൾ അങ്ങനെ ഒരു മാസ് എൻട്രി ഒരു സ്ഥലത്തു നിന്ന് വരുമ്പോൾ അപ്പോൾ തന്നെ DMOനെ റിപ്പോർട്ട് ചെയ്യുകയും അതിന് ഇടപെടൽ ഉണ്ടാവുകയും ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു. ഇത് ഇങ്ങനെ പബ്ലിക് ആക്കിയിട്ടുള്ള കാര്യമല്ല. അതിന് മുമ്പ് തന്നെ ഇതിനൊരു ഇന്റർവെൻഷൻ ഉണ്ടാവേണ്ടതായിരുന്നു എന്നതാണ് എൻ്റെ അഭിപ്രായം. ടാങ്കർ ലോറിയിലെ വെള്ളം എത്രത്തോളം വിശ്വസനീയമാണെന്ന് പറയാൻ കഴിയില്ല എന്നുള്ളത്. പ്രത്യേകിച്ച് തൃക്കാക്കര മേഖലയിലാണ് ഏറ്റവും അധികം ടാങ്കർ ലോറികൾ വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഘട്ടത്തിൽ മാഡം അത് സംബന്ധിച്ച് പരിശോധന നടത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു? അല്ല, ഇതിനു മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നും ഞാൻ ഇവരോട് പറഞ്ഞത് അങ്ങനെയാണ്. നമ്മൾ ഇത്രയും പേർക്ക് കൊടുക്കുന്ന വെള്ളം എല്ലാ ദിവസവും അതിൻ്റെ ഒരു സാമ്പിൾ, എത്ര ടാങ്കർ വന്നാലും സാമ്പിൾ ഒന്ന് എടുത്തു വെച്ചിട്ട് അത് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. അല്ലാതെ നമ്മൾ ഇത്രയും പേരുടെ ഒരു ഹെൽത്തിനെ അതിനൊരു കൺസേൺ ഇല്ലാതെ പോകരുത് എന്ന് തന്നെയാണ് ഞാനിപ്പോഴും പറഞ്ഞത്. അത് നമുക്ക് എവിടെ നിന്ന് കൊണ്ടുവരണ വെള്ളം, അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട് ഈ ടാങ്കർ ലോറികൾ ഡ്രിങ്കിങ് വാട്ടർ എന്ന് എഴുതി പോകുന്നത് രാത്രി കാലങ്ങളിൽ വേറെ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതായിട്ടും പിടിക്കപ്പെടുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് പരിശോധിക്കണമെങ്കിൽ എല്ലാ ദിവസത്തെയും എല്ലാ ലോറികളും എൻട്രി ചെയ്യുമ്പോൾ തന്നെ സാമ്പിള് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ സ്ഥിരീകരിച്ചിട്ടുണ്ടോ? വൈറൽ ഇൻഫെക്ഷൻ ഏതെങ്കിലും എന്താണ് പറയുന്നത്? ഈ കോളി വൈറസ് കൂടുതലാണെന്നാണ് പ്രസന്റ് ആയതാണ് കാണിക്കുന്നത്. ഇത് എന്തുകൊണ്ടുണ്ടായി എന്നുള്ളത് ഡീറ്റെയിൽഡ് പരിശോധന കൊണ്ടേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പോൾ ഉണ്ടാവുന്നത് എല്ലാവർക്കും വയറിളക്കവും ഛർദിയും പനിയും ഒക്കെയാണ്. അപ്പോൾ വയറിളക്കവും ഛർദിയും ഉണ്ടായാൽ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഡീഹൈഡ്രേഷൻ വരും, പനി വരും. അത് നമുക്ക് സാധാരണയായിട്ട് തന്നെ അറിയാം. ചിലപ്പോൾ വെള്ളം കുടിക്കാനായിട്ട് കുഞ്ഞുങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം കൊടുത്താൽ വീണ്ടും ഛർദിക്കും എന്നുള്ളതുകൊണ്ട് കുടിക്കൂല. അപ്പോൾ അതിനൊക്കെ ശരിക്കും മെഡിക്കൽ ഒരു പരിശോധന തന്നെ വേണോ. വലിയ ആൾക്കാരാകുമ്പോൾ ORS ഒക്കെ കുടിക്കും, ചെറിയ കുഞ്ഞുങ്ങൾക്ക് അതൊന്നും സാധിക്കില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ഇടപെടൽ ഉണ്ടാവണം. തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ ഇതിനുണ്ടാവണം. മിനിസ്റ്ററെ വിവരമൊക്കെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാ സഹായവും ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. MLA മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. വിശദാംശങ്ങളുമായി വിനീത VG ചേരുന്നുണ്ട്. വിനീത, ഇതിന്റെ ഉറവിടം എവിടുന്നാണ് ഈ മലിനജലം അവിടെ എത്തിയത്? അതാണ് ഇതിൽ വില്ലനായത് എങ്കിൽ അത് എവിടെ നിന്നെത്തി എന്നതിൻ്റെ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്? അപ്പോൾ കുടിവെള്ള ടാങ്കറുകളിൽ വിതരണം ചെയ്യുന്ന വെള്ളം ആണ് പ്രശ്നമെങ്കിൽ അതിൻ്റെ ഉറവിടം കണ്ടെത്തേണ്ടതുണ്ടല്ലോ. ആ വെള്ളം ആ ഫ്ലാറ്റിൽ മാത്രമായിരിക്കില്ല എത്തിയത്, മറ്റു പല സ്ഥലങ്ങളിലും അത് എത്തിയിട്ടുണ്ടാകും. അതിനെപ്പറ്റി എന്തെങ്കിലും അന്വേഷണം നടക്കുന്നുണ്ടോ? അതാണല്ലോ കണ്ടെത്തേണ്ടത് ഇനിയിപ്പോൾ. തീർച്ചയായും വിജയകുമാർ, അങ്ങനെ തന്നെയാണ്. കാരണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 3 സ്രോതസ്സുകളിൽ നിന്നുള്ള വെള്ളമാണ് ഈ ഫ്ളാറ്റിലേക്ക് എത്തുന്നത്. അത് ഈ കിണറിൽ നിന്നുള്ള വെള്ളമുണ്ട്, ഒപ്പം തന്നെ ടാങ്കറുകളിൽ എത്തിക്കുന്ന വെള്ളം, ബോർവെൽ വെള്ളം എന്നിങ്ങനെ 3 സ്രോതസ്സുകളിലായിട്ടാണ് ആ വെള്ളം ഇവിടെയുള്ള ആളുകൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഏത് വെള്ളത്തിൽ നിന്നാണ് ഈ ബാക്ടീരിയയുടെ സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യത്തിലാണ് ഇനി ഒരു സ്ഥിരീകരണം ഉണ്ടാകേണ്ടത്. അത് സംബന്ധിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് വേണ്ടത്. ഇപ്പോൾ അല്പസമയം മുൻപ് നമ്മളോട് ഉമാ തോമസ് MLA സംസാരിച്ചപ്പോഴും അത്തരം കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ പറഞ്ഞ മറ്റൊരു കാര്യം, ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ട് പോലും ഈ അധികൃതരെ വിവരം അറിയിക്കുന്നതിൽ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. പല ആശുപത്രികളിലും ഇന്നലെ 40-ലധികം കേസുകൾ ഉണ്ടായിട്ടുണ്ടെന്നും അവർ പറയുന്നുണ്ട്. ഇപ്പോൾ കുഞ്ഞുങ്ങളടക്കമുള്ളവർ അവർ ഈ പ്രശ്നത്തിൽ പെട്ടിട്ടുണ്ടെന്നാണ്. അവർക്ക് ഉൾപ്പെടെ കുഞ്ഞുങ്ങൾക്കുൾപ്പെടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഉമാ തോമസ് MLA വീണ്ടും പ്രതികരിക്കുകയാണ്. ഈ അസോസിയേഷൻ പ്രസിഡന്റ് ഇവിടെയുണ്ട്. അല്ല, ഇന്നലെ 300 അല്ലേ, 300 നമ്പേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള 25ഓളം കുഞ്ഞുങ്ങളുണ്ടെന്ന്
കുഞ്ഞുങ്ങൾക്കുണ്ട്, ഒരുപാട് കുട്ടികൾക്കും ഉണ്ട്. സാധാരണ ഇത് പ്രായമായവർക്കും കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ എഫക്റ്റ് ആവുമല്ലോ. പിന്നെ ചിലർ ഈ വയറിളക്കം ആയതുകൊണ്ട് പറയാനായിട്ട് മടിച്ചിട്ട് ആദ്യമൊന്നും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ല. ഒപ്പം തന്നെ ഇതിൽ പറയുന്നത് ഇവർ 3 സ്രോതസ്സുകളിൽ നിന്നുള്ള വെള്ളമാണ് ഇവിടെ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഏതിലാണ് ഈ ബാക്ടീരിയയുടെ സ്ഥിരീകരണം ഉണ്ടായത്? അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു കൺഫർമേഷൻ പരിശോധന എല്ലായിടത്തുനിന്നും സാമ്പിൾ എടുക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാം പരിശോധിക്കണം, എന്നാലേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഈ 1500 ഈ വീടുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അതിനേക്കാളധികം പെറ്റ്സ് ഇവിടെ ഉണ്ട്. ഒരുപാട് 500-അധികം നായ്ക്കുട്ടികളുണ്ട്. അപ്പം ഈ മഴവെള്ളമൊക്കെ വരുമ്പോൾ ചിലപ്പോൾ വെള്ളമൊക്കെ വന്നാലും ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഇന്നലെ ഗൂഗിൾ റിപ്പോർട്ടിൽ ആർക്കൊക്കെ എഫക്റ്റഡ് ആണ് എന്നുള്ളത് ഹെൽത്തുകാർ ചോദിച്ചപ്പോൾ 300 പേരാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വിജയകുമാർ, ഇങ്ങനെയാണ് പറയുന്നത്. അക്കാര്യങ്ങളിലൊക്കെ തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അക്കാര്യങ്ങളിലൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം കൂടി വേണം എന്നുള്ളതാണ് പറയുന്നത്. എന്താണെങ്കിലും എല്ലാ സ്രോതസ്സുകളിൽ നിന്നുള്ള വെള്ളത്തിന്റെ സാമ്പിളുകൾ പരിശോധനയ്ക്കായി എടുത്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അതിന്റെ പരിശോധനാ ഫലം കൂടി ലഭ്യമാകുമ്പോൾ മാത്രമാണ് ഇക്കാര്യങ്ങളിലൊരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ കഴിയുക. യെസ്, വിനീത വിജിയാണ് DLF ഫ്ലാറ്റിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. 300-ലധികം ആളുകൾ ഇപ്പോഴും ചികിത്സയിലുണ്ട്. 500-ലധികം ആളുകൾക്ക് രോഗബാധയുണ്ടായി എന്നാണ് ഈ ദിവസങ്ങളിലെ കണക്കുകളൊക്കെ വ്യക്തമാക്കുന്നത്. എവിടെ നിന്നാണ് ഈ മലിനജലം അവിടെ എത്തിയത്, അതിൻ്റെ ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിൽ പരിശോധന നടക്കുന്നു. ആരോഗ്യമന്ത്രി അതിൽ പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. DMO ഇടപെട്ടിട്ടുണ്ട്. കളക്ടർ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ അതിൽ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്ക്. കൊല്ലം പുനലൂർ മണിയാറിൽ ഇടിമിന്നലേറ്റ് 2 തൊഴിലാളികൾ മരിച്ചു. മണിയാർ സ്വദേശികളായ രജനി, സരോജം എന്നിവരാണ് മരിച്ചത്. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ ജോലിക്കിടെയാണ് അപകടമുണ്ടായത്. ജയശങ്കർ കൊട്ടാരക്കരയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. ജയശങ്കർ, ദാരുണമായ ഒരു സംഭവം, സങ്കടമുണ്ടാക്കുന്ന വാർത്ത. എന്താണ് സംഭവിച്ചത് അവിടെ? വിജയകുമാർ, ഇന്ന് 12 മണിയോടുകൂടിയാണ് ഇടിമിന്നലേറ്റ പുനലൂർ മണിയാറിൽ 2 സ്ത്രീകൾ മരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഈ മണിയാർ സ്വദേശികളായ രജനി, സരോജം എന്നിങ്ങനെ 2 പേരാണ് ഇടിമിന്നലേറ്റ് മരിച്ചത്. ഇവർക്ക് ഇടിമിന്നലേറ്റ ആ ഘട്ടത്തിൽ തന്നെ ഇവർ മരിച്ചു എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഈ സംഭവം നടന്നു തന്നെ നാട്ടുകാർ ഇവരെ പുനലൂരിലെ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. ഇവിടുത്തെ പ്രദേശത്തെ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ അതിനു മുമ്പ് തന്നെ ഇവർ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ കൊട്ടാരക്കര, പുനലൂർ പ്രദേശങ്ങളിലെല്ലാം തന്നെ രാവിലെ മുതൽ ചെറിയ തോതിൽ മഴയും വലിയ തോതിൽ ഇടിമിന്നലും ഉണ്ടായിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് തുറന്നൊരു പറമ്പിൽ, ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ഇവർ ജോലി ചെയ്യുകയായിരുന്നു. ഇതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നത്. എന്തായാലും ഇവരുടെ മൃതശരീരങ്ങൾ നിലവിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശക്തമായ ഇടിമിന്നലേറ്റാണ് ഇവർ മരിച്ചതെന്നാണ് പ്രാഥമികമായ നിഗമനം. ഇനി പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കാനുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. ഈ കാലാവസ്ഥാ വകുപ്പ് അടക്കം ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം നിലവിൽ നൽകിയിട്ടുണ്ട്. ഈ തുറന്ന പറമ്പുകളിലും മറ്റു സ്ഥലങ്ങളിലും ജോലി ചെയ്യുന്നതിൽ ശ്രദ്ധ പുലർത്തണമെന്ന നിർദ്ദേശം നിലവിലുണ്ട്. ഈ ഇടിമിന്നൽ ഇന്ന് ജില്ലയിലും ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നു. അത്തരത്തിലൊരു ഘട്ടത്തിലാണ് തുറന്ന പറമ്പിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ഇടിമിന്നലേറ്റ 2 സ്ത്രീകൾ പുനലൂരിൽ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആശുപത്രിയിലാണ് നിലവിൽ ഇവരുടെ മൃതദേഹങ്ങളുള്ളത്. തുടർ നടപടികൾ അല്പസമയത്തിനകം ആരംഭിക്കും. യെസ്, കൊല്ലം പുനലൂർ മണിയാറിൽ നിന്നാണ് ഈ വിവരം വരുന്നത്. ഇടിമിന്നലേറ്റ് 2 തൊഴിലാളികളാണ് മരിച്ചത്. മണിയാർ സ്വദേശികളായ രജനി, സരോജം എന്നിവരാണ് മരിച്ചത്. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ ജോലിക്കിടെ അപകടമുണ്ടാവുകയായിരുന്നു. കൊല്ലത്ത് ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് ജയശങ്കർ കൊട്ടാരക്കരയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ചെറുവള്ളത്തിൽ മീൻപിടിക്കാൻ പോയ 2 തൊഴിലാളികൾക്ക് ചേപ്പനം ഭാഗത്ത് കായലിൽ വെച്ച് ഇടിമിന്നലേറ്റു എന്ന വിവരം കൊച്ചിയിൽ നിന്ന് വരുന്നുണ്ട്. വള്ളം പൂർണ്ണമായും തകർന്നു. വെള്ളത്തിൽ വീണ മത്സ്യത്തൊഴിലാളികൾ മറ്റു വള്ളക്കാർ ചേർന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. വിഷ്ണു, ഇവരുടെ പരിക്ക് എത്രത്തോളം ഗുരുതരമാണ്? ഇവർ എവിടെയാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്? വിജയകുമാർ, ഇവരെ 2 പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ 8:30 സംഭവം. ചെറുവെള്ളത്തിൽ മത്സ്യബന്ധനത്തിനായി പോയതാണ്. ഇതിനിടയിലാണ് പനങ്ങാട് ചേപ്പനം കായൽ വെച്ച് ഇവർക്ക് ഇടിമിന്നലേറ്റത്. തുടർന്ന് ഇവർ വെള്ളത്തിൽ വീണു. തൊട്ടടുത്തുണ്ടായിരുന്ന മറ്റു വള്ളത്തിലെ മത്സ്യത്തൊഴിലാളികളാണ് ഇവരെ രക്ഷിച്ച് കരയിൽ എത്തിച്ചത്. സിബി ജോർജ് എന്ന് പറയുന്ന മത്സ്യബന്ധന തൊഴിലാളിയെ ആണ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇവരുടെ വള്ളവും വലയും പൂർണ്ണമായി തകർന്നു പോയിട്ടുണ്ട്. ഇവരുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. വിജയകുമാർ.
യെസ്, മത്സ്യത്തൊഴിലാളികൾ ഈ കടലിൽ വീണ രണ്ടുപേരെയും സുരക്ഷിതരായി കരയിൽ എത്തിച്ചിട്ടുണ്ട്. ചികിത്സയിലാണ്, കാര്യമായ പ്രശ്നങ്ങളില്ല. സംസ്ഥാനത്ത് പലയിടത്തും ഇടിമിന്നൽ അപകടം സംബന്ധിച്ചുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. സംസ്ഥാന വ്യാപകമായി ഒരു ഇടിമിന്നൽ ജാഗ്രതാ മുന്നറിയിപ്പ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല. പക്ഷേ പല ജില്ലകളിൽ നിന്നും ഈ അപകടം സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. നമ്മൾ മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് പോകുന്നു. ഖരഗ്പൂർ IIT ക്യാമ്പസിൽ മലയാളി വിദ്യാർത്ഥി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. ബയോ സയൻസ് ആൻഡ് ബയോടെക്നോളജി വിഭാഗത്തിലെ വിദ്യാർത്ഥിനിയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. ബൽറാം, എന്തൊക്കെ വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ ലഭ്യമായിരിക്കുന്നത്? വിജയകുമാർ, പശ്ചിമ ബംഗാളിലെ ഖരഗ്പൂരിൽ IIT-യിലാണ് മലയാളി വിദ്യാർത്ഥിനിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് IIT നൽകുന്ന വിവരം എന്നുള്ളത്. ഇന്ന് രാവിലെയാണ് ഈ മൃതദേഹം സരോജിനി നായിഡു ഇന്ദിരാഗാന്ധി ഹാളിന് സമീപം കണ്ടെത്തിയത് എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. ഈ പെൺകുട്ടി IIT-യിലെ 3-ാം വർഷ വിദ്യാർത്ഥിനി ആയിരുന്നു. 21 വയസ്സാണ് പ്രായം. കൂടാതെ ഈ പെൺകുട്ടി അക്കാഡമിക് രംഗത്തും അനക്കാദമിക രംഗത്തും പ്രതിഭ തെളിയിച്ച ഒരു പെൺകുട്ടിയായിരുന്നു എന്നും അതീവ ദുഃഖം ഈ കാര്യത്തിൽ രേഖപ്പെടുത്തുന്നു എന്നുമാണ് IIT-യുടെ പ്രസ്താവനയിൽ അറിയിക്കുന്നത്. ഈ പെൺകുട്ടിയുടെ കുടുംബത്തെ വിവരം അറിയിച്ചതായും കൂടാതെ പോലീസ് ഈ വിഷയത്തിൽ എന്താണ് ഈ മരണത്തിനിടയാക്കിയത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം ആരംഭിച്ചതായുമാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. മറ്റ് വിശദാംശങ്ങളൊന്നും തന്നെ ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാൻ ഖരഗ്പൂർ IIT അധികൃതർ തയ്യാറായിട്ടില്ല. ശരി ബൽറാം, ഇപ്പോൾ ഖരഗ്പൂർ IIT നൽകുന്ന വിവരങ്ങൾ മാത്രമേ നമ്മളുടെ പക്കലുമുള്ളൂ. ഒരു മലയാളി വിദ്യാർത്ഥി അവിടെ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ബയോ സയൻസ് ആൻഡ് ബയോടെക്നോളജി വിഭാഗത്തിലെ വിദ്യാർത്ഥിനിയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. വിവരങ്ങൾ അറിയിക്കും എന്നാണ് ഖരഗ്പൂർ IIT-യും ഇപ്പോൾ വിശദീകരിക്കുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.